ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും നല്ലൊരു ക്രിസ്മസ് ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. ഓക്കെ, ഇന്ന് ഞാൻ എന്തിനാണ് ഈ തൂമ്പയും ഈ പാത്രമൊക്കെ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നിനുമല്ല, ഒരു നല്ലൊരു ന്യൂട്രീഷ്യസ് സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ ക്യാരറ്റ് കിച്ചണിലില്ല. അപ്പൊ നമ്മുടെ ഓർഗാനിക് ക്യാരറ്റും കുറച്ച് പൊട്ടറ്റോയും കൂടെ പറിച്ച് നല്ലൊരു സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോയും പറിക്കാനായിട്ട് പോകാം കേട്ടോ. ഓക്കെ, പറിച്ചു തുടങ്ങാം. പക്ഷെ കുറെ സമയത്തിന് പറക്കാതിരുന്നോണ്ട് അതിന്റെ തണ്ടൊക്കെ പോയി സുഹൃത്തുക്കളെ. നമുക്ക് കാണാം ഇതിന്റെ അടിയിൽ നിന്ന് മുളച്ചു വന്നിരിക്കുന്നത്. ഇതൊക്കെ ക്യാരറ്റിന്റെ തണ്ടാണ്. നമുക്ക് കാണാം മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുന്നത് കാണാം. ഇവിടെയും ഇതൊക്കെ നമുക്ക് കാണാം. ക്യാരറ്റ് മുകളിലേക്ക് കുറച്ച് പൊങ്ങി വന്നിരിക്കുന്ന നല്ല തണ്ടോടുകൂടി. ചിലര് ക്യാരറ്റിന്റെ തണ്ടും കറി വെക്കാറുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിങ്ങിലേക്ക് തിരിയാം സുഹൃത്തുക്കളെ. ഓക്കെ, പാത്രം വെച്ചിട്ട് കട്ടായി പോയല്ലോ ആദ്യം തന്നെ. അധികം വലിപ്പമില്ലെന്നു. ഒരെണ്ണം കിട്ടിയിട്ട് നമുക്ക് കഴുകി എടുക്കാം കേട്ടാ. പറിച്ചിടുക. ഇതിലും വലിയതായിട്ട് കാണുന്നില്ല, പക്ഷെ ഇതിന്റെ അടിയിലുണ്ട്. താടിയിലേക്ക് താഴേട്ട് പോയേക്കാണ്. ഇതിലപ്പടി മണ്ണായി. ക്യാരറ്റുകളാണ് ചിലത്. ആവശ്യത്തിലധികം ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ചെറുതായിട്ട് കേടായി തുടങ്ങി. എന്നാലും ഒരുവിധം വലിപ്പമുള്ള ക്യാരറ്റും ഉണ്ട്. കണ്ട, നമുക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പറിക്കാനായിട്ട് പോകാം. ഉരുളക്കിഴങ്ങ് എല്ലാം തളർത്ത് വന്നപ്പോ ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ വീണ്ടും പതുക്കെ തളർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി പറിക്കാമേ കേട്ടോ. ഇങ്ങനെ പറിച്ചാൽ വിട്ടു പോളും. നമ്മൾ ചെറുക്ക കളച്ച് പറിച്ചിട്ട് പോരുന്നില്ല. അടിയിലേക്ക് പോയി കാണുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട്. ഇതിൽ അധികം ഇല്ല കണ്ടോ. കുഞ്ഞു പൊട്ടറ്റോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കേട്ടാറുണ്ട്. ഇത് കുഞ്ഞു പൊട്ടറ്റോയാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതുണ്ടോ, ചെറിയ പച്ചപ്പും കൂടെ ഉണ്ടാവും. സമയത്ത് പറിക്കാതിരുന്നോണ്ടാണത്. ഇവിടെ ഒരു വലുത് കിട്ടിയിട്ടുണ്ട്. അറ്റം ചെറുതായിട്ട് കേടായി തുടങ്ങിയിട്ടോ. സമയത്ത് മഴയൊക്കെ പെയ്ത കാരണമാണത്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇവിടെ മണ്ണാണ്. കഴുകിയില്ലെങ്കിൽ മുഴുവൻ മണ്ണ് കടിക്കും. നമ്മുടെ ഡെലീഷ്യസ്, ന്യൂട്രീഷ്യസ് ആൻഡ് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് റെഡി ആയിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഓർഗാനിക് പൊട്ടറ്റോ നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ചത് ഈ സ്ലൈസിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ക്യാരറ്റ് ഈ വലിപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്പീസ് ആൻഡ് ബ്ലാക്ക് ബീൻസ്, ബ്രോക്കോളി, 3-4 എഗ് എടുത്തിട്ടുണ്ട്. 2 ഓനിയൻ കട്ട് ചെയ്തിട്ടുള്ള അവക്കാഡോ 4 ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ലെറ്റ്യൂസ്, സ്പിനാഷ്, ഒലീവ്സ്, കുറച്ച് പെപ്പർ പൗഡർ, ഗാർലിക് ഗ്രാനൂൾസ് ആൻഡ് ചില്ലി ഫ്ലേക്സ്, സോൾട്ട് ആൻഡ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഒഴിക്കുന്നതാണ് സാലഡിന് ഏറ്റവും നല്ലത്. പിന്നെ 4-5 എഗ്സ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സാലഡിൽ ഉപയോഗിക്കാൻ പോകുന്നത്.
സാലഡ് കുക്ക് ചെയ്യാനായിട്ട് ആദ്യം പാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ഇത്തിരി ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഹോട്ട് വാട്ടർ ആയിട്ട് ആഡ് ചെയ്തത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കുന്ന ഹാർഡായിട്ടുള്ള പൊട്ടറ്റോ തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് പൊട്ടറ്റോ മാത്രം ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളക്കട്ടെ. ഒരു ഫ്രൈങ് പാനിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ക്യാരറ്റിന്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. കൈയൊക്കെ പൊള്ളാതെ നോക്കിക്കൊള്ളണേ. ക്യാരറ്റിന്റെ പീസും നമുക്ക് ബ്രൂക്കോളിയും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ബ്രൂക്കോളിയും കൂടെ 5 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്തു. ഇനി നമുക്ക് ചിക്ക് പീസും ബ്ലാക്ക് ബീൻസും കൂടെ അതിന്റെ ആഡ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ്സ് കൂടി വെച്ചേക്കുക. ഇനി നമ്മളിത് വെള്ളം ഊറ്റി കളയാൻ പോവാണ്. ഒത്തിരി നേരം നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരുന്ന ഇതിലെ ന്യൂട്രിയൻസ് എല്ലാം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മളിനി ഇത് ഊറ്റാൻ പോവാണ്. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്തിരുന്ന വെജിറ്റബിളിന്റെ അകത്തേട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് കുറേശ്ശെയായി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഗാർലിക് ഗ്രാനൂൾസ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെപ്പർ പൗഡർ, എരിവുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി കുറച്ച് സോൾട്ട് കൂടെ. നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വേവിച്ചേരുന്ന് തന്നെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്, പിന്നെ എന്താ പറയാ ഡയബറ്റിക്കാർക്ക് ഏറ്റവും നല്ലത്, പിന്നെ അല്പം സ്മോളൊക്കെ അടിക്കുന്നവർക്കും വയറിന് വളരെ നല്ലത്. സലാഡ് ഏറ്റവും നല്ലത്, ആരോഗ്യത്തിനും ഡയബറ്റിക്കാർക്കും നല്ല, വയറിന് ശോധനയ്ക്കൊക്കെ നല്ല സാധനമാണ് സലാഡ്. വളരെ ഭംഗിയായിട്ട് തന്നെ രാമണിക്കുട്ടി ഉണ്ടാക്കി തന്നിട്ട് കഴിക്കുക. നേരം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. എന്നും ഇത് ഭക്ഷണത്തിന്റെ ഒരു സൈഡായിട്ട് ഇത് കഴിച്ചിരിക്കണം. അതാണ് ഏറ്റവും നല്ലത് ആരോഗ്യത്തിനും ഉന്മേഷത്തിനും. ഓക്കെ, cheers. അടുത്ത റെസിപ്പി വരുമ്പോഴേക്കും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.